എന്തുകൊണ്ടാണ് നമുക്ക് പള്ളികളും സഭാ ഹോളും, ഞാനിപ്പോൾ ഒരു പള്ളിയുടെ കുറ്റമൊന്നുമല്ല, ഏത് പള്ളിയും ഏത് കാര്യങ്ങളും ഇന്ന് ആളുകൊണ്ട് നിറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് കഴിഞ്ഞിട്ട് മടങ്ങി വരാം, ആരാധന കഴിഞ്ഞ് മടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, പഴയ പരിപാടിയൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് പള്ളിയിൽ ആൾ കൂടുതൽ. തിരിച്ചു വന്നാൽ മറ്റേതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പള്ളിയിൽ ആൾ വരുന്നത് കുറയും, തീർച്ചയായിട്ടും കുറയും. അപ്പോൾ സക്കായിയും ചിന്തിച്ചത് ഇനി തിരിച്ചു വരാമെന്നാ, എൻ്റെ കച്ചവടത്തിലേക്കും എൻ്റെ കള്ളത്തരങ്ങളിലേക്കും എൻ്റെ പാപങ്ങളിലേക്കും എൻ്റെ സുഖങ്ങളിലേക്കും ഒക്കെ മടങ്ങി വരാമെന്ന് വെച്ചാണ് ഇവൻ നേരെ ഓടി എവിടെ പോകുന്നത്, അല്ലെങ്കിൽ യേശുവിനെ കാണാനുള്ള മോഹത്തോടു കൂടി അവൻ ആയിത്തീരുന്നത്. പക്ഷേ യേശുവിനെ കാണാനുള്ള മോഹത്തിൽ ഇവന് തടസ്സം നിൽക്കുന്നതായ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആൾക്കൂട്ടം നിമിത്തവും, പിന്നെ അവൻ ആളിൽ കുറിയവനായതുകൊണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നും ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ ആളുകൾ എന്താണ്, യേശുവിനെ അംഗീകരിക്കാനും യേശുവിനെ സ്വീകരിക്കാനും യേശുവും ഒരുമിച്ച് ജീവിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ആളുകൾക്കും തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനും സാധാരണക്കാർക്കും ഇടയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുടുംബക്കാരായിരിക്കാം, വീട്ടുകാരായിരിക്കാം, ഒരുപക്ഷെ പങ്കാളി തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ സമുദായമായിരിക്കാം, കൂട്ടുകാർ നിന്ദിക്കുന്നതായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ പറയുന്നല്ലോ, എൻ്റെ പൊന്നു സഹോദര, എനിക്കിതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വീട്ടുകാർ, എൻ്റെ സമുദായക്കാർ, എൻ്റെ മതക്കാർ, എൻ്റെ റിലീജിയസ് പശ്ചാത്തലം, എൻ്റെ കൂട്ടുകാർ, അവരൊക്കെ എന്നെ കളിയാക്കും, അവരൊക്കെ എന്നെ നിന്ദിക്കും, അവരൊക്കെ എന്നെ പുറത്താക്കും, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. സക്കായിക്കുണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ നമുക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ കൂട്ടുകാരും സമുദായക്കാരും ഇവരാരും നിങ്ങളുടെ കൂടെ അധികം നടന്നും കാണത്തില്ല. മാക്സിമം എവിടെ വരെ വരും? മാക്സിമം നിങ്ങളുടെ വീട്ടുകാരുൾപ്പെടെ നിങ്ങൾ എവിടം വരെ വരും? മാക്സിമം ശവക്കുഴിയുടെ അവിടം വരെ വരത്തുള്ളൂ. ശവക്കുഴിയിൽ നിന്ന് ആരും എന്നെ കൂടെ അങ്ങ് മൂടാൻ പറഞ്ഞുകൊണ്ടൊന്നും വരത്തൊന്നുമില്ലല്ലോ. ആരാ ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല. ഏതാ ഞാനും കൂടെ പോരുക എന്ന് പറഞ്ഞു. പണ്ടൊക്കെ നമുക്ക് സതിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നൊന്നും ആരും അങ്ങനെയൊന്നും കാണിക്കുന്നൊന്നും. അത് കഴിയുമ്പോൾ നമ്മൾ ബണ്ണും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചേച്ച് അതോടുകൂടെ നമ്മളുടെ എല്ലാ പരിപാടിയും തീർന്നു. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ എൻ്റെ വീട്ടുകാരെ ഉദ്ദേശിച്ച്, ബ്രദറെ, സഹോദര, എനിക്ക് യേശുവിൻ്റെ പിന്നാലെ വരണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സമുദായക്കാർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കും നിങ്ങളെ ശവക്കുഴിക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ യേശുവിനെ അറിയുകയും യേശുവിൻ്റെ കയ്യിൽ നിങ്ങളുടെ കൈകളെ കൊടുക്കുകയും യേശുവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അത് ശവക്കുഴിക്ക് അപ്പുറത്തേട്ട് പോകുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ശവക്കുഴിക്ക് അപ്പുറത്ത് നിത്യതയിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ജീവിതമാണ് യേശു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് യേശുവിൻ്റെ പിന്നാലെ വരുന്നതിന് തടസ്സം, അല്ലെങ്കിൽ പോട്ടെ എനിക്ക് അതിന് നിങ്ങൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, പല ആളുകളായിരിക്കാം. പക്ഷേ ന്യായവിധിയുടെ ദിവസം ഇവരാരും ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ കൂടെ നിൽക്കത്തില്ല. വേദപുസ്തകം പറയുന്നു, ഓരോരുത്തൻ, അല്ലാതെ എല്ലാവരുമല്ല, അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ഓരോരുത്തരായി എവിടെ പോയി നിൽക്കണം? ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഓരോരുത്തൻ അവിടെ ഒരിക്കലും എന്താണ് കർത്താവ് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിക്കുന്നത്, അല്ലാതെ ഇന്ന മതക്കാരെല്ലാം, ക്രിസ്ത്യാനികളെല്ലാം ഇങ്ങോട്ട് വാ, നിങ്ങളെല്ലാം കൂടെ ഞാൻ ന്യായം വിധിക്കട്ടെ എന്നൊന്നും അവിടെ പറയത്തില്ല. ഹിന്ദുക്കളെല്ലാം ഇങ്ങോട്ട് വാ, നിങ്ങളെ ന്യായം വിധിക്കട്ടെ എന്ന് പറയത്തില്ല. മുസ്ലിങ്ങളെല്ലാം വാ, ജൈന മതക്കാരെല്ലാം വാ, അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. മതക്കാരെ വിളിക്കത്തില്ല, സമുദായക്കാരെ വിളിക്കത്തില്ല, ഇന്ന സമുദായക്കാരെല്ലാവരും കൂടെ വാ, അങ്ങനെയൊന്നും അവിടെ വിളിക്കത്തൊന്നുമില്ല. കുടുംബക്കാരെ വിളിക്കത്തില്ല, ഓരോരുത്തർ കുടുംബക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരാനൊന്നും അവിടെ ചെല്ലുമ്പം വിളിച്ച് പറയത്തൊന്നുമില്ല. അവിടെ പറയുന്നത് സാജു വന്ന് നിൽക്കാനേ പറയത്തുള്ളൂ. അതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങൾ വന്ന് നിൽക്കാനാണ് പറയുന്നത്. ഓരോരുത്തരും അവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആർക്കു വേണ്ടി ആരെ പേടിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകാതെ മാറി നിൽക്കുന്നോ, ഇവരാരും ന്യായവിസ്താര സമയത്ത് നിങ്ങൾക്ക് സഹായകരായി ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഓരോരുത്തൻ അവനവൻ ചെയ്തത് നല്ലതാകിലും. ഇനി മറ്റൊരു കാര്യം, ഭാര്യാഭർത്താക്കന്മാർ പോലും അവിടെ ഒരുമിച്ചല്ല. ഞാനും എൻ്റെ ഭാര്യകൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാജുവും ജെസ്സിയും കൂടി ഇങ്ങോട്ട് കയറി നിൽക്കുന്ന ദൈവം പറയത്തൊന്നുമില്ല. സാജു കയറി നിൽക്കുക, ജെസ്സി കയറി നിൽക്കുക, രണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും, പക്ഷേ ഭാര്യയും ഭർത്താവും ഒന്നുമല്ല. അവിടെ എന്താണ്? ഇൻഡിവിജ്വൽസ്, ഓരോരുത്തർ. മക്കളും എല്ലാം കൂടെ നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ട് കയറി നിൽക്കുക, ഞാൻ ന്യായം വിധിക്കട്ടെന്ന് ദൈവം പറയത്തൊന്നുമില്ല. ഞാൻ ചെയ്തത്, നമ്മൾ വാൽമീകിയുടെ സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലോ. വാൽമീകിയുടെ സ്റ്റോറി എന്താണ്? വാൽമീകി എല്ലാവരെയും കൊള്ളയടിക്കുന്ന ഒരു കാട്ടാളനായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് സന്യാസിമാർ വന്നപ്പോഴത്തേക്ക് സന്യാസിമാരെ കൊള്ളയടിക്കാൻ പരിശ്രമിച്ചപ്പോൾ അവർ ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നിനക്ക് തോന്നലുണ്ടോ? ഉടനെ പറഞ്ഞു, അല്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെ അല്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കൂടെയാണല്ലോ, അതുകൊണ്ട് കണക്ക് കൊടുക്കുമ്പോൾ അവരൂടെ വരും. ഈ സന്യാസിമാർ അവനോട് പറഞ്ഞു,
നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ ഭാര്യയോടും മക്കളോടൊന്ന് ചെന്ന് ചോദിച്ചു നോക്ക്, കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരൂടെ നിൻ്റെ കൂടെ നിൽക്കുമെന്നൊന്ന് ചോദിച്ചു നോക്ക്. അവൻ ചെന്നിട്ട് ഭാര്യയുടെ മക്കളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലയോ ഈ മനുഷ്യനെ കൊള്ളയടിക്കുന്നതും മോഷ്ടിക്കുന്നതും ഒക്കെ, അതുകൊണ്ട് നിങ്ങളുടെ അതിൻ്റെ ഫലം, അതിൻ്റെ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങളൂടെ അനുഭവിക്കാൻ തയ്യാറാണ്. അവർ പറഞ്ഞു, അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, അതൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന അവരവർ അനുഭവിച്ചാലേ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി. ഞാനിത് സ്റ്റോറിയൊക്കെ അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് അറിയാൻ വയ്യാത്ത, ഞാൻ പറഞ്ഞത് ഞാനിതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളൊന്നുമല്ല. ഐ നോ ദ സ്റ്റോറി. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടാളൻ ഒരു സന്യാസിയായിത്തീരുന്നത്, വാൽമീകിയായിത്തീരുന്നത്, നമുക്ക് ഇതിഹാസത്തിൻ്റെ കഥ പറഞ്ഞു തരാൻ കഴിയുന്ന നിലയിലുള്ള സാത്വിയായ ഒരു സന്യാസിയായി തീരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഓരോരുത്തരും വന്ന് നിൽക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. യേശുവിനെ കാണുന്ന തടസ്സമായി അടുത്തതായിട്ടുള്ളത് അവൻ ആളിൽ കുറിയവനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനക്കൂട്ടം വന്ന് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് കാണാനായിട്ട് ഇവന് പറ്റുന്നില്ല. ഇതേപോലെ തന്നെ യേശുവിനും നമുക്ക് മധ്യത്തിൽ നിൽക്കുന്ന ജനങ്ങളെ മറികടക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് പലപ്പോഴും ഇല്ല. ഈ സക്കായിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത്, എനിക്ക് ആഗ്രഹമുണ്ട് സഹോദര, പക്ഷേ എനിക്കിതിനോടൊന്നും എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തിയില്ല. എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ആർക്കാണ് ആവശ്യം? യേശുവിനെ കാണുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പെയിൻ എടുത്തെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ആവശ്യക്കാരന് ഔചിത്യബോധമില്ല എന്ന് പറയുമല്ലോ, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എല്ലാവരെയും പ്രസാദിപ്പിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലോകത്തിൽ. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയും ലോകത്തിൽ വിജയിച്ചിട്ടില്ല. എല്ലാവരെയും പ്രസാദിപ്പിക്കുന്ന ആൾക്ക് ലോകത്തിൽ വിജയിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിത്യതയുടെ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ കഴുത്തിന് മുകളിലിരിക്കുന്ന നിങ്ങളുടെ തല കൊണ്ട് വേണം നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. സക്കായി എന്ത് ചെയ്യുന്നു? ജനം അവനെ സമ്മതിച്ചില്ല, പക്ഷേ അവൻ ഉത്സാഹിയാണ്. ഒഴികഴിവുകൾ പറഞ്ഞില്ല. അവൻ വേണമെങ്കിൽ പറയായിരുന്നു, എനിക്ക് യേശുവിനെ കാണുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആളിൽ കുറിയവനാണ്, എനിക്ക് അതിനുള്ള കഴിവില്ല, അത് തന്നെയല്ല ആളുകൾ എൻ്റെ ചുറ്റും നിൽക്കുന്നു. ഇവൻ ഒത്തിരി കഴിവുകൾ പറയാമായിരുന്നു. പക്ഷേ സക്കായിയുടെ പ്രത്യേകത, അവൻ ഓരോ കഴിവുകളും പറയുന്നത് തന്നെയല്ല, അവൻ യാതൊരു മടിയുമില്ലാതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആളുകൾ കണ്ടാൽ അവനെ കളിയാക്കത്തക്ക രീതിയിൽ അവൻ ഓടി. ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആളുകൾക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? ഓടുകയാണ്. നോർമലി നമ്മളൊക്കെ ചെയ്യാത്ത കാര്യമാണ്. ചില പ്രായമായി കഴിഞ്ഞാൽ ആരാ ഇങ്ങനെ വഴി കൂടെ ഓടുന്നത്? പിള്ളേർ ഓടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓടി എന്ത് ചെയ്തു? ഒരു കാട്ടത്തിയുടെ മരത്തിൽ കയറി ഇരുന്ന് നോക്കുകയാണ്. ഇത്രയും മതിയല്ല. ഞാൻ ഈ സക്കായിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ഇത്ര നിർമ്മലനായ ഒരു, അല്ലെങ്കിൽ നിർമ്മലം എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ ലളിത മനസ്കനാണ്. ദൈവത്തിന് അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവ് ഒരു പക്ഷേ വലിയ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളെ മാത്രമൊന്നും ആയിരിക്കത്തില്ല നോക്കുന്നത്. പക്ഷേ കർത്താവിന് തീർച്ചയായിട്ടും അവനെ കാണാനുള്ള മോഹത്തോടുകൂടെ, ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനെ പോലെയാണ് വാസ്തവത്തിലുള്ള സക്കായി ഇടപെടുന്നത്. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടെ കർത്താവിനെ കാണാനുള്ള മോഹത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ദൈവം കൈവിടുകയില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ സക്കായി കർത്താവ് ഇത്രയും സ്നേഹിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവന് യേശുവിനെ കാണണം, അതുകൊണ്ട് അവൻ അത്തിയുടെ മുകളിൽ കയറി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സക്കായിയുടെ ഒരു പ്രശ്നം, അവന് യേശുവിനെ കാണണമെന്നുണ്ട്, പക്ഷേ യേശു അവനെ കാണാൻ അവന് ഇഷ്ടമില്ല. ഇത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കെല്ലാം യേശുവിനെ കാണണം, പക്ഷേ യേശു നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ യേശു നമുക്കെല്ലാം ചെയ്തു തരണം, പക്ഷേ നമ്മളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു കയറി നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെയൊക്കെ കാണാൻ നമുക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ക്രൂസൈഡ് നടക്കുമ്പോഴത്തേക്ക് ആളുകൾ പോകുന്നു, രോഗികളായിട്ടുള്ളവർ മുന്നോട്ട് വന്നാട്ടെ എന്നൊക്കെ വിളിച്ച് പറയുന്നു. എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ വിളിച്ച് പറയണമെന്നേ, ആയിരുന്നോ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ വന്നാട്ട് ഒരു 100 കൂട്ടം ആളുകളെല്ലാം എല്ലാ ഗിമ്മിക്സും എല്ലാം കാണിക്കുന്നുണ്ട്. അവരെല്ലാം വന്നിട്ട് സൗഖ്യം പ്രാപിക്കുന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നു, പൈസ ഇല്ലാത്തവർക്ക് പൈസ കിട്ടുന്നൊക്കെ പറയുന്നു. ഇതെല്ലാം വേണമെന്നുണ്ട്. അതായത് കർത്താവെ നീ എന്തോ വേണമെങ്കിലും, നമ്മൾ പറയുന്നത് എനിക്ക് കിട്ടാൻ നിൻ്റെ കയ്യിലുള്ള എല്ലാ സമ്മാനവും ഞാൻ തരും, പക്ഷേ എന്നെ നോക്കരുതെന്നാണ്. ഇവരുടെ പാപങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം അതാണ്. ഇവന് മറഞ്ഞിരിക്കണം, എനിക്ക് മറഞ്ഞിരിക്കണം, പക്ഷേ എനിക്ക് കിട്ടാനുള്ളത് എൻ്റെ കൈ നീട്ടി കൊടുക്കുകയാണ്. നമ്മൾ മറഞ്ഞിരിക്കാനും നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുമുള്ള, അതാണ് ഇന്നത്തെ ആത്മീയത. ഇന്നത്തെ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. നമ്മളെ പ്രദർശിപ്പിക്കാതെ, നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടുന്നെങ്കിൽ വാങ്ങിക്കാനുള്ളത്. രോഗസൗഖ്യം വേണം, കാറ് വേണം, വീട് വേണം, അതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പ്രസംഗകരുമുണ്ട്. ഇവരാരും പറയുന്നില്ല ദൈവം നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നിന്റെ പാപങ്ങളെ കർത്താവ് ഒന്ന് കാണട്ടെ, നിന്റെ ജീവിതത്തെ കർത്താവ് ഒന്ന് കാണട്ടെ. മറഞ്ഞിരിക്കാനുള്ള മോഹം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ദൈവം ഇറങ്ങി വരുമ്പോൾ ആദമും ഹവ്വയും എന്ത് ചെയ്യാണ്? ഓടി ഒളിക്കുക. എന്താ കാര്യം പറയുന്നത്? ഞാൻ നഗ്നനാകൊണ്ട് നിന്റെ സന്നിധിയിൽ വരാൻ. നഗ്നം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫിസിക്കൽ നേക്കഡ്നെസ് അല്ല അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അതായത് ആദാം ഹവ്വ അങ്ങോട്ടും ഇങ്ങോട്ടും നഗ്നത തോന്നിയത് കൊണ്ടൊന്നുമല്ല പോയി ഓടി ഒളിച്ചത്.
അവരാരിൽ നിന്ന് ഒളിക്കാനാണ് പരിശ്രമിച്ചത്? ആദാം ഹവ്വായിൽ നിന്നും, ഹവ്വ ആദാമിൽ നിന്നും ഒളിക്കാനല്ല പരിശ്രമിച്ചത്. രണ്ടുപേരും ദൈവത്തിൽ നിന്ന് ഒളിക്കാനാണ് പരിശ്രമിച്ചത്. എന്തുകൊണ്ട്? ദൈവം അവരുടെ പാപത്തെ കാണാതിരിക്കാൻ. അവരെ കാണാതിരിക്കാനായിട്ട് അവർ നോക്കിയപ്പോൾ ഒരു അത്തിയല ഉണ്ടാക്കുകയാണ്. മനുഷ്യൻ കുറച്ച് അത്തിയല തുന്നി, ദൈവം നമ്മളെ കാണാതിരിക്കാനായിട്ട്. ദൈവത്തെ നമുക്ക് കാണണം, പക്ഷേ ദൈവം നമ്മളെ കാണാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി അത്തിയല തുന്നുന്നുണ്ട്. വേറെ വേറെ അത്തിയലയായിരിക്കും. അതിനാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതും, ഇടയ്ക്കിടയ്ക്ക് കൂട്ടായ്മയ്ക്ക് പോകുന്നതും, ഇടയ്ക്കിടയ്ക്ക് ഒരു ഹല്ലേലൂയ പറയുന്നതും. എന്താ ഇതൊക്കെ കേട്ട് ദൈവം അങ്ങ് പോകുന്നേ പൊക്കോട്ടെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചിലപ്പോൾ അന്യഭാഷയും പറഞ്ഞെന്നിരിക്കും. എന്തിനാ ഇതൊക്കെ കേട്ടേച്ച് ദൈവം അങ്ങ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ കേട്ടേച്ചോ, നിങ്ങളുടെ പള്ളി ആരാധന കണ്ടേച്ചോ, നിങ്ങളുടെ സഭായോഗത്തിന് പോയിരുന്നുള്ള തുള്ളൽ കണ്ടേച്ചോ ഒന്നും ദൈവം അങ്ങ് പോകുന്ന ആളൊന്നുമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ദൈവത്തെ കാണണമെന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് നിങ്ങളെയും കാണണം. അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവത്തെ കാണുന്നത്, അതാണ് എല്ലാവരും പറയുന്നത്, നമ്മൾ ദൈവത്തെ കാണുന്നു. ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്, നിനക്ക് എന്താ വേണ്ടേ ഒന്ന് പറഞ്ഞേ അങ്ങേരോട്, അത് തരാനായിട്ട് യേശു വന്നിട്ടുണ്ട്. നിനക്ക് വീട് വേണമെങ്കിൽ വീട് തരാൻ യേശു വന്നിട്ടുണ്ട്, കാറ് വേണമെങ്കിൽ കാറ് തരാൻ യേശു വന്നിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേര്. നമ്മുടെ മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം ജനസമ്പർക്ക പരിപാടിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെ യേശു ഇന്ന് വന്നിട്ടുണ്ട്, രാത്രി നിങ്ങൾ ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ എഴുതി കൊടുത്തേര്. അത് കടലാസിൽ എഴുതണമെന്നില്ല, ഒന്ന് പറഞ്ഞാൽ മതി, കാര്യം കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വളരെ പെരിഫറലായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ്. ഇതല്ല ശരിക്കും ആവശ്യമായിരിക്കുന്നത് നമ്മൾ ആരാണോ അതേ അവസ്ഥയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ പ്രദർശിപ്പിക്കുന്നതാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം, അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. എനിക്ക് സാമ്പത്തിക അവസ്ഥയിൽ, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ, എൻ്റെ വീടിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഒന്ന് മാറണം. പക്ഷെ അതൊക്കെ മാറാനല്ല ദൈവം വരുന്നത്, നമ്മളെ മാറ്റാനാണ് വരുന്നത്. സക്കായി യേശുവിനെ കണ്ടേച്ച് പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ സക്കായി യേശുവിനെ കണ്ടേച്ച് ഇവിടെ നമ്മൾ കാണുന്നത് അറിയാമോ? അവൻ അത്തിയിലയുടെ മറവിൽ നിൽക്കുകയാണ്. ഏദൻ തോട്ടം തൊട്ട് തുടങ്ങിയ കാര്യമാണ്, മറവിൽ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ പണം കൊണ്ട് മറയ്ക്കാൻ നോക്കുന്നു, പദവികൾ കൊണ്ട് മറയ്ക്കാൻ നോക്കുന്നു, നമ്മളെ തന്നെ മറയ്ക്കാനായിട്ട് നോക്കുന്നു, കുറച്ചുകൂടെ ആത്മീയത കൊണ്ട് മറയ്ക്കാൻ നോക്കുന്നു, ആരാധന കൊണ്ട് മറയ്ക്കാൻ നോക്കുന്നു, കുർബാന കൊണ്ടോ തിരുവത്താഴം കൊണ്ടോ മറയ്ക്കാൻ നോക്കുന്നു. ഇതൊന്നും നമ്മളെ മറയ്ക്കാൻ പര്യാപ്തമല്ല.